നമ്മുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ പോകാനായിട്ട് നമ്മൾ പരിശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ശീലമാണ് നല്ല ഉറക്കം. നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടി ഞാൻ 5 വ്യത്യസ്തമായ ടിപ്സ് പറഞ്ഞു തരാം. 5 പ്രധാന ടിപ്സിൽ ഏറ്റവും പ്രധാനമായ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അതൊരു കൺസെപ്റ്റാണ്. അതായത് ഇൻവെസ്റ്റ് ഇൻ അവർ ബെഡ്റൂം. ഒന്നാമത്തെ ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് റിതം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതായത് എല്ലാ ദിവസവും നമ്മൾ കൃത്യം ടൈമിൽ നമ്മൾ ഉറങ്ങാനും ഒരു കൃത്യം ടൈമിലും എഴുതേക്കാനും ശീലിക്കണം. മൂന്നാമത്തെ ഒരു ടെക്നിക്കാണ് സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ്. അതായത് നല്ല ഉറക്കത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ ഈ ടെക്നിക്സ് നമുക്ക് ഫലിച്ചൊന്നും വരത്തില്ല, പക്ഷേ ഈ ടെക്നിക്സ് പിന്നെയും ചെയ്യുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ഉറക്കം ലഭിക്കും. അത് വളരെ സിമ്പിളായിട്ടുള്ള പല കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ നല്ലൊരു മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇഷ്ടമുള്ളവരോട് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആൽഫ മെഡിറ്റേഷൻ, ഒരു പ്രത്യേകതരം മെഡിറ്റേഷനാണ്. ആൽഫ മെഡിറ്റേഷൻ ചെയ്താൽ വരാം. അങ്ങനെ പല രീതിയിലുള്ള സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് ഉണ്ട്. അത് ബാക്കിയുള്ള ആരെങ്കിലും പറയുന്നതന്നെ ടെക്നിക്ക് ആയിരിക്കണമെന്നില്ല. നമുക്ക് ഏതാണാവോ നല്ലത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതേസമയം ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺ. കാരണം ഇതിൽ മൊബൈൽ ഫോണിൽ കൂടുതലും അതിൻ്റെ ബ്ലൂ റേസ്, നമ്മുടെ നീല നിറത്തിലുള്ള റേസ് നമ്മൾ ഈ മെലറ്റോണിൻ സെക്രീഷനെ വളരെയധികം സപ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഏത് ലൈറ്റാണ് ഏറ്റവും കൂടുതൽ സപ്രസ് ചെയ്യുന്നത് വെച്ചാൽ അത് ബ്ലൂ ലൈറ്റാണ്. അപ്പം ഈ മൊബൈൽ ഫോൺ വെച്ച് കിടന്നു കഴിഞ്ഞാൽ ഈ മെലറ്റോണിൻ സെക്രീഷനെ വളരെയധികം അത് ഇൻഹിബിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് സ്ലീപ്പ് ഇൻഡക്ഷൻ എപ്പോഴും നമുക്ക് പ്രോബ്ലം ആയിട്ട് വരാം. അതുകൊണ്ട് സ്ക്രീൻ ടൈം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം. പലർക്കും മൊബൈൽ കണ്ട് കിടക്കുന്ന ഒരു ശീലമുണ്ട്. മൊബൈൽ കണ്ട് എങ്ങനെയെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കും. പക്ഷേ മൊബൈലിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് കാരണം സ്ലീപ്പ് ഇൻഡക്ഷൻ നടക്കത്തില്ല. പിന്നെ മൊബൈൽ കണ്ടൻസ് കാരണം നമ്മളൊരു എക്സൈറ്റഡ് ഫേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സ്ലീപ്പ് ഇൻഡക്ഷൻ നടക്കത്തില്ല. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ നമ്മുടെ മൊബൈൽ മാറ്റി വെച്ച് കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് ഇൻഡക്ഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.